ഹരേ രാമ ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. ഭാഗ്യം പെരുമഴയായി വന്നെത്തും. നിങ്ങളെ നക്ഷത്രക്കാരാണോ? മാസങ്ങൾക്കുള്ളിൽ പുതിയ ജോലി, വീട്, പുതിയ വാഹനം ഈ നക്ഷത്രക്കാരായ ആളുകൾക്ക് ഭാഗ്യത്താൽ വന്നു ചേരുന്നു. ആദിത്യ സഞ്ചാരം ഫെബ്രുവരി 12 വരെ മകരം രാശിയിലും തുടർന്ന് കുംഭം രാശിയിലുമാണ്. തിരുവോണം, അവിട്ടം, ചതയം എന്നീ നക്ഷത്രങ്ങളിൽ, അതായത് ഞാറ്റുവേലകളിൽ സൂര്യൻ ഇക്കാലത്ത് സഞ്ചരിക്കുന്നു. ചന്ദ്രൻ വെളുത്ത പക്ഷത്തിലാണ്. ഫെബ്രുവരി 12-ന് വെളുത്ത വാവ് വന്നുചേരും. തുടർന്ന് കറുത്ത പക്ഷമാണ്. ഫെബ്രുവരി 27-നാണ് കറുത്ത വാവ് വന്നു ചേരുക. ചൊവ്വ മിഥുനം രാശിയിൽ പുണർതം നക്ഷത്രത്തിൽ വക്രഗതിയിൽ തുടരുന്നു. ബുധൻ മകരം, മീനം, കുംഭം എന്നീ രാശികളിലൂടെ സഞ്ചരിക്കുകയാണ്. തിരുവോണം, അവിട്ടം, ചതയം, പൂരുരുട്ടാതി എന്നീ നക്ഷത്ര മണ്ഡലങ്ങളിലാണ് ബുധന്റെ യാത്രാപഥം. ശുക്രൻ ഉച്ചരാശിയായ മീനത്തിലാണ് സഞ്ചരിക്കുന്നത്. ഫെബ്രുവരി 1-ന് ഉത്രട്ടാതി നക്ഷത്രത്തിൽ വീണ്ടും പ്രവേശിക്കുന്നു. ശനി കുംഭം രാശിയിൽ പൂരുരുട്ടാതി നക്ഷത്രത്തിലാണ്. ഫെബ്രുവരി 24-ന് ശനിക്ക് വാർഷികമായ മൗഢ്യം ആരംഭിക്കുകയാണ്. രാഹു മീനം രാശിയിൽ ഉത്രട്ടാതിയിലും കേതു കന്നി രാശിയിൽ ഉത്തരത്തിലുമാണ് സഞ്ചരിക്കുന്നത്. വ്യാഴം ഇടവം രാശിയിൽ രോഹിണി നക്ഷത്രത്തിൽ വക്രഗതിയായി തുടരുന്നു. ഈ മാസാദ്യം എന്നാൽ ഫെബ്രുവരി 6 മുതൽ വ്യാഴം നേർഗതിയായി സഞ്ചരിക്കുന്നു. ഈ ഗ്രഹനില പ്രകാരം ഫെബ്രുവരി മാസത്തിലെ അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നക്ഷത്രങ്ങളിൽ ജനിച്ചവരുടെ മാസഫലമാണ്. ആദ്യം അശ്വതി നക്ഷത്രക്കാരാണ്. അശ്വതി നക്ഷത്രക്കാർക്ക് ആദിത്യൻ 10, 11 ഭാവങ്ങളിലും ശനി 11-ലുമാണ്. വ്യാഴം 2-ലും സഞ്ചരിക്കുകയാണ്. അതായത് നിങ്ങൾക്ക് ഈ വരുന്ന ഫെബ്രുവരി മാസം എല്ലാ രീതിയിലും അനുകൂലമാണ്. പദവിയിൽ വളരെയധികം ഉയർച്ചയും നിങ്ങളുടെ വേതനത്തിൽ വളരെയധികം ഉയർച്ചയും വന്നുചേരും. സഹപ്രവർത്തകരെ നിങ്ങളുടെ കൂടെ തന്നെ നിർത്തിക്കൊണ്ട് മുന്നേറുവാൻ സാധിക്കുന്നതാണ്. പഴകിയ ആശയങ്ങളെല്ലാം ഉപേക്ഷിച്ച് നവനവങ്ങളായ ചിന്തകൾ സാക്ഷാത്കരിക്കും. സർക്കാരിൽ നിന്നും ലഭിക്കേണ്ട എല്ലാവിധ അനുമതികളും വേഗത്തിൽ കരഗതമാകുന്നതാണ്. സാമ്പത്തികമായ കാര്യത്തിൽ നല്ല രീതിയിൽ ആസൂത്രണം ചെയ്യുവാൻ സാധിക്കുന്നതാണ്. അവ ഭാവിയിൽ പ്രയോജനകരമായി തീരും. വിദ്യാർത്ഥികളായ ആളുകൾക്ക് പഠനത്തിൽ വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ സാധിക്കുന്ന മാസം തന്നെയാണ്. കുടുംബപരമായി നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങളെല്ലാം ഭംഗിയായി നിറവേറ്റും. എല്ലാ രീതിയിലും ഫെബ്രുവരി മാസം നിങ്ങളുടെ മനസ്സമാധാനത്തിന് വളരെയധികം നല്ലതാണ്. രാഹു ശുക്രയോഗം 12-ാം ഭാവത്തിൽ തുടരുന്നതിനാൽ അല്പം അലച്ചിലുണ്ടാകുവാൻ ഇടയുണ്ട്. നിങ്ങൾക്കുള്ള ദുശീലങ്ങളെ നിയന്ത്രിക്കുവാൻ അല്പം ക്ലേശിക്കേണ്ടി വരും. അനാവശ്യമായ അല്പം സാമ്പത്തിക ചെലവുകൾ വർദ്ധിക്കുന്ന മാസം കൂടിയാണ്. അടുത്തത് ഭരണി നക്ഷത്രക്കാരാണ്. ഭരണി നക്ഷത്ര ജാതകരുടെ എല്ലാവിധ നിഗമനങ്ങളും ശരിയായി വരുന്നതിൽ നിങ്ങൾക്ക് വളരെയധികം അത്ഭുതം തോന്നുന്നതാണ്. പുതിയ കാലത്തിൻ്റെ മാറ്റങ്ങളെല്ലാം സ്വീകരിക്കുവാൻ സന്നദ്ധത കാട്ടുന്നതാണ്. എന്നാൽ പഴമയെ മുഴുവനായി തള്ളിപ്പറയുവാൻ നിങ്ങൾ ഒരു രീതിയിലും കൂട്ടാക്കില്ല. തൊഴിൽ തേടുന്ന ആളുകൾക്ക് നിങ്ങളുടെ യോഗ്യതയ്ക്കനുസരിച്ചുള്ള ജോലി ലഭിക്കുന്നതാണ്. ബിസിനസ് നവീകരണം പൂർത്തിയാക്കുവാൻ സാധിക്കും. ഉപഭോക്താക്കളെ ആകർഷിക്കുന്ന രീതിയിലുള്ള തന്ത്രങ്ങൾ മെനയുവാൻ സാധിക്കുന്നതാണ്. ദാമ്പത്യം, കുടുംബജീവിതം എന്നിവയിൽ വളരെയധികം സംതൃപ്തി അനുഭവപ്പെടുന്ന മാസം കൂടിയാണ്. സ്പോർട്സ് രംഗത്ത് മുടങ്ങാത്ത പരിശീലനം സാധ്യമാകും. ആരോഗ്യ ക്ലേശത്തിനുള്ള ചികിത്സ മാറ്റത്താൽ വളരെയധികം ഗുണം ചെയ്യും. സാമ്പത്തികമായി വളരെയധികം ആശ്വാസം വരുന്ന മാസം കൂടി. രാഹു ശുക്രയോഗം കൂട്ടുകെട്ടുകളിൽ കരുതൽ വേണ്ട ഒരു സൂചനയുണ്ട്. ചെലവുകൾ അമിതമാകുവാനും സാധ്യതയുള്ള മാസമാണ് ഭരണി നക്ഷത്ര ജാതകർക്ക് വന്നിരിക്കുന്നത്. അടുത്തത് കാർത്തിക നക്ഷത്രക്കാരാണ്. കാർത്തിക നക്ഷത്ര ജാതകർക്ക് ഗൃഹാനുകൂല്യം ഉള്ള കാലമാണ്. കാര്യവിഘ്നം നീക്കി എല്ലാ രീതിയിലും കാര്യസിദ്ധി ഭവിക്കുന്നതാണ്. സംരംഭങ്ങളുടെ സഹകാരം സാധ്യമാകും. ഉദ്യോഗസ്ഥരായ ആളുകളുടെ തൊഴിലിടത്തിലെ എല്ലാവിധ പ്രശ്നങ്ങളും ചർച്ചകളിലൂടെ പരിഹരിക്കപ്പെടും.
കടബാധ്യതകൾ വീട്ടാൻ ഉറ്റവരുടെ പിന്തുണ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ചെറുപ്പക്കാരായ ആളുകൾക്ക് സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ലഭിക്കുന്നതാണ്. കരാർ പണികൾ നീട്ടിക്കിട്ടിയേക്കും. വായ്പാ കുടിശ്ശികകൾ എല്ലാം അടച്ചു തീർക്കുവാൻ സാധിക്കുന്നതാണ്. ഇടവ രാശിക്കാരായ ആളുകൾക്ക് രഹസ്യ നിക്ഷേപങ്ങളിൽ നിന്നും വളരെയധികം സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകും. ആഡംബര വസ്തുക്കൾ വാങ്ങുവാനുള്ള ഭാഗ്യം സിദ്ധിക്കുന്നതാണ്. ചൊവ്വയുടെ അനിഷ്ടസ്ഥിതി ഉള്ളതിനാൽ സഹോദരന്മാരുള്ള ബന്ധത്തിൽ ചില വിള്ളലുകൾ വന്നുചേരും. നിങ്ങളുടെ ജീവിതശൈലി രോഗങ്ങൾക്ക് ചികിത്സ ആവശ്യമായി വരുന്ന മാസമാണ് കാർത്തിക നക്ഷത്രക്കാർക്ക് വന്നെത്തിയിരിക്കുന്നത്. അടുത്തത് രോഹിണി നക്ഷത്രക്കാരാണ്. 11-ൽ രാഹുവും ശുക്രനും ഉള്ളതിനാൽ പ്രണയ സാഫല്യമുണ്ടാകും. ഭൗതിക നേട്ടങ്ങൾക്കും വളരെയധികം കാരണമാകുന്നതാണ്. ഭോഗസുഖം ഭവിക്കും. നേർവഴിയിലൂടെയും അല്ലാതെയും ധനവരവ് വന്നു ചേരും. പുതിയ വാഹനം വാങ്ങുവാനും പുതിയ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ സ്വന്തമാക്കുവാനും സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് സർക്കാരിൽ നിന്ന് ലഭിക്കേണ്ട എല്ലാവിധ അനുമതി പത്രങ്ങളും രജിസ്ട്രേഷൻ അനുമതിയും ഇവയെല്ലാം മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ പ്രതീക്ഷിച്ചാൽ മതി. ബന്ധുക്കളുടെ നിലപാട് വിഷമത്തിനിടവരുത്തും. സ്വന്തം പരുഷ വാക്കുകളും ശത്രുതയ്ക്ക് കാരണമാകുവാൻ ഇടവരുന്നതാണ്. നിങ്ങളുടെ മേലധികാരിയുടെ നിലപാട് വളരെയധികം അനുകൂലമാകും. ബിസിനസ് യാത്രകൾ കൂടുതലായി വേണ്ടി വരുന്ന മാസം കൂടിയാണ്. സ്വന്തമായി മുതൽ മുടക്കി സ്ഥാപനം തുടങ്ങുവാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ അല്പം കൂടി കാത്തിരിപ്പ് ആവശ്യമാണ്. അടുത്തത് മകയിരം നക്ഷത്രക്കാരാണ്. നിലവിലെ സ്ഥിതി തന്നെ ഈ വരുന്ന മാസവും തുടരപ്പെടും. കൂടുതൽ നേട്ടങ്ങൾക്ക് വളരെയധികം സാധ്യത കുറവുള്ള മാസമാണ്. നിങ്ങൾ ചെയ്തു വരുന്ന ജോലി ഉപേക്ഷിച്ചുകൊണ്ട് പുതിയ ഒരു ജോലി തേടുന്നത് ഒരു രീതിയിലും ഗുണകരമാവില്ല. വ്യാഴം, ആദിത്യൻ, ചൊവ്വ തുടങ്ങിയ ഗ്രഹങ്ങൾ പ്രതികൂല ഭാവത്തിലാണെന്ന് നിങ്ങൾ ഓർക്കേണ്ടതുണ്ട്. കൂടുതൽ പണം കടം വാങ്ങുവാനുള്ള ഒരു പ്രേരണയുണ്ടാകും. ചെലവുകൾ നിയന്ത്രിക്കുകയാണ് വളരെയധികം ശ്രദ്ധിക്കേണ്ടത്. വ്യവഹാരങ്ങൾ പിന്നെയും നീളും. ഫെബ്രുവരി പകുതിക്ക് ശേഷം ഇടവ രാശിക്കാരായ ആളുകൾക്ക് സമ്മർദ്ദങ്ങൾ കുറഞ്ഞു തുടങ്ങും. മുതൽ മുടക്കിയുള്ള സംരംഭങ്ങൾ ആരംഭിക്കുവാൻ അല്പം കൂടി കാത്തിരിക്കുകയാണ് ഉത്തമം. വസ്തു വിൽപ്പനയിൽ ചെറിയ ലാഭം മാത്രം നിങ്ങൾ പ്രതീക്ഷിച്ചാൽ മതി. കമ്മീഷൻ വ്യാപാരത്തിൽ നിന്നും ആദായം വന്നു ചേരും. മത്സരങ്ങൾക്കുള്ള തീവ്ര പരിശീലനം തുടരുന്നത് സമീപ ഭാവിയിൽ നിങ്ങൾക്ക് വളരെയധികം ഗുണകരമാകും. മിഥുന രാശിക്കാരായ ആളുകൾക്ക് ഫെബ്രുവരി 20-ന് ശേഷം സാമ്പത്തിക ഞെരുക്കങ്ങളെല്ലാം കുറഞ്ഞു തുടങ്ങും. അടുത്തത് തിരുവാതിര നക്ഷത്രക്കാരാണ്. മാസത്തിന്റെ ആദ്യ പകുതിയിൽ സ്ഥിതിഗതികൾ ഒരു രീതിയിലും മെച്ചപ്പെട്ടതാവില്ല. ഉൽപ്പന്നങ്ങൾക്ക് ഉദ്ദേശിച്ച വില കിട്ടാതെ നിങ്ങൾ വളരെയധികം വിഷമിക്കും. ലഘുവായ നേട്ടങ്ങൾക്കും അധിക പ്രയത്നം ആവശ്യമായി വരുന്ന മാസമാണ്. അനുരഞ്ജനത്തിന്റെ പാത സ്വീകരിക്കാൻ നിർബന്ധിതരാകും. വായ്പാ തുക തിരിച്ചടയ്ക്കുവാൻ വളരെയധികം വിഷമിക്കേണ്ടി വരുന്ന മാസമാണ്. ദേഹക്ഷീണം വന്നു ചേരും. മാസത്തിന്റെ രണ്ടാം പകുതിയിൽ ചില മാറ്റങ്ങൾ വന്നു ചേരുന്നത് നിങ്ങളുടെ മനസ്സിന് വളരെയധികം സന്തോഷം സമ്മാനിക്കും. രാഷ്ട്രീയ മത്സരങ്ങളിൽ വിജയം നിങ്ങൾക്കുറപ്പാണ്. പാർട്ട്ണർഷിപ്പിൽ ലാഭം വന്നു ചേരും. പെൻഷൻ പറ്റിയത് മൂലമുള്ള ആനുകൂല്യങ്ങൾ വൈകുവാൻ ഇടയുണ്ട്. വിദേശത്ത് കഴിയുന്ന ആളുകൾക്ക് തൊഴിൽ പ്രശ്നങ്ങൾക്കുള്ള എല്ലാവിധ പരിഹാരവും വന്നു ചേരും. ഭാവി സംബന്ധിച്ച നല്ല തീരുമാനങ്ങൾ നിങ്ങൾക്ക് ഈ കാലയളവിൽ എടുക്കുവാനും സാധിക്കുന്നതാണ്. അടുത്തത് പുണർതം നക്ഷത്രക്കാരാണ്. പുണർതം നക്ഷത്ര ജാതകർ പാർട്ട്ണർമാരെ ചേർത്ത് നിലവിലെ ബിസിനസ് വിപുലീകരിക്കുവാനുള്ള ശ്രമം തുടരുന്നതാണ്. ദൂരദേശത്ത് പഠിക്കുവാനുള്ള സാഹചര്യം വിദ്യാർത്ഥികളായ ആളുകൾക്ക് വന്നു ചേരും. ചെലവുകൾ നടത്തുവാനാവശ്യമായ ധനം കൈവശമെത്തുന്നതാണ്. എന്നാൽ നിക്ഷേപം നടത്തുവാൻ ഒരു രീതിയിലും സാധിക്കുന്ന മാസമല്ല. നിങ്ങളുടെ പാരമ്പര്യ സ്വത്ത് അനുഭവത്തിലാകും. അതിൻ്റെ നിയമവശങ്ങൾ പരിശോധിച്ച് ആധികാരികത വരുത്തേണ്ടതാണ്. കരാർ പണികളെല്ലാം നിങ്ങൾക്ക് പുതുക്കി കിട്ടുന്നതാണ്. ഫ്രീലാൻസ് ആയി ജോലി ചെയ്യുന്ന ആളുകൾക്ക് ധാരാളം അവസരങ്ങൾ വന്നു ചേരും. കുടുംബാംഗങ്ങളുമായി ചേർന്ന് യാത്രകൾ നടത്തുവാൻ സാധിക്കുന്ന മാസമാണ്. മകന്റെ വാഹനം വാങ്ങുവാനുള്ള ആവശ്യം അല്പം കൂടി കഴിഞ്ഞ് പരിഗണിക്കുന്നതാണ് ഉത്തമം.
ചെറുകിട കൃഷികളിലെ താല്പര്യം വളരെയധികം പ്രാവർത്തികമാകും. ആരോഗ്യപരമായി അല്പം ശ്രദ്ധിക്കേണ്ട മാസം കൂടിയാണ് പുണർദം നക്ഷത്രക്കാർക്ക് വന്നെത്തിയിരിക്കുന്നത്. അടുത്തത് പൂയം നക്ഷത്രക്കാരാണ്. 7, 8 ഭാവങ്ങളിൽ ആദിത്യനും ശനി അഷ്ടമത്തിലും സഞ്ചരിക്കുന്നതിനാൽ ആവർത്തിത ഉദ്യമങ്ങൾ എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് വേണ്ടിവരും. യാത്രകൾ, ആലോചന യോഗങ്ങൾ എന്നിവയുടെ എണ്ണം വർദ്ധിക്കാം. ശുക്രനും രാഹുവും 9-ൽ സഞ്ചരിക്കുന്നതിനാൽ ഭാഗ്യ അനുഭവങ്ങൾ സമ്മാനിക്കുന്നതാണ്. പുരസ്കാരങ്ങൾ, പാരിതോഷികങ്ങൾ എന്നിവ ലഭിക്കും. 11-ലെ വ്യാഴത്തിൻ്റെ വക്രഗതി ആദ്യ ആഴ്ചയോടെ തീരുകയാൽ സാമ്പത്തികമായ സുസ്ഥിതി വന്നുചേരും. മാനസികമായി എല്ലാ രീതിയിലും സ്വൈര്യമുണ്ടാകുന്നതാണ്. കുടുംബജീവിതത്തിൽ അനുരഞ്ജനത്തിലൂടെ സമാധാനം നിലനിർത്തുവാൻ സാധിക്കുന്നതാണ്. പഠന കാര്യങ്ങളിൽ ഉത്സാഹം വന്നുചേരും. ചൊവ്വയുടെ അനിഷ്ടസ്ഥിതി വസ്തുവ്യാപാരത്തിൽ നഷ്ടമുണ്ടാക്കുന്നതാണ്. രക്തസമ്മർദ്ദം തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങളുള്ള ആളുകളാണ് നിങ്ങളെങ്കിൽ അല്പം കരുതൽ വേണ്ട മാസമാണ്. അടുത്തത് ആയില്യം നക്ഷത്രക്കാരാണ്. വ്യക്തിപരമായും ജോലി സംബന്ധമായും കൂടുതൽ യാത്ര ചെയ്യേണ്ടി വരുന്ന മാസമാണ്. സർക്കാരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ തടസ്സങ്ങൾ അനുഭവപ്പെടും. നിങ്ങളുടെ സഹപ്രവർത്തകരുടെ പിന്തുണ എല്ലാ കാര്യങ്ങളിലും വന്നുചേരും. ഗൃഹനിർമ്മാണം, മതിൽ കെട്ടൽ, അറ്റകുറ്റപ്പണികൾ എന്നിങ്ങനെ ഭൂമി സംബന്ധിച്ച ചെലവുകൾക്ക് സാധ്യതയുള്ള മാസമാണ്. ബിസിനസ്സിൽ നഷ്ടങ്ങൾ വരുമെന്നതിനാൽ എല്ലാ രീതിയിലും സാമ്പത്തിക കാര്യങ്ങളിൽ കരുതൽ വേണം. 11-ാം ഭാവാധിപൻ ശുക്രന് ഭാഗ്യരാശിയിൽ ഉച്ചസ്ഥിതി ഉള്ളതിനാൽ കഷ്ടങ്ങളുടെ ഇടയിൽ ഭാഗ്യ അനുഭവങ്ങളും കൂടി വന്നുചേരും. നറുക്കെടുപ്പ്, ചിട്ടി, ലോട്ടറി എന്നിവ നിങ്ങൾക്ക് അനുകൂലമാകും. അന്യർക്ക് വേണ്ടി ഊർജവും സമയവും കളയുവാൻ ഇടയുള്ള മാസം കൂടിയാണ്. അതിനെ ചൊല്ലി ദാമ്പത്യ ജീവിതത്തിൽ പിണക്കങ്ങൾ ആവർത്തിക്കാം. കലാപരമായി നല്ല കാലമാണ്. ഗന്ധരചനയ്ക്കായി സമയം കണ്ടെത്തുവാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അടുത്തത് മകം നക്ഷത്രക്കാരാണ്. മാസത്തിന്റെ ആദ്യ പകുതിയിൽ പലതരം അനുകൂലമായ അനുഭവങ്ങൾ വന്നെത്തും. പദവിയിൽ ഉയർച്ച വന്നുചേരും. രാഷ്ട്രീയപരമായി വളരെയധികം നേട്ടങ്ങളുള്ള മാസമാണ്. ഇവ നിങ്ങൾക്ക് മത്സര വിജയം സമ്മാനിക്കും. വിപണി മൂല്യം അറിഞ്ഞുള്ള കച്ചവടത്തിലൂടെ ലാഭം നേടുവാനും കലാകാരന്മാരുടെ സഹജമായ കഴിവുകൾ അംഗീകരിക്കപ്പെടുകയും ചെയ്യുന്നതാണ്. വസ്തു തർക്കങ്ങൾ, വ്യവഹാരങ്ങൾ ഇവ രാജിയാകുന്ന മാസമാണ്. മാസത്തിന്റെ രണ്ടാം പകുതിയിൽ സമ്മിശ്രമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാം. നിങ്ങളുടെ സ്വന്തം വിശ്വാസത്തിൽ, അതായത് നിങ്ങളുടെ ആദർശത്തിൽ ഉറച്ചു നിൽക്കുന്നത് വളരെയധികം ശത്രുക്കളെ സൃഷ്ടിക്കുവാൻ ഇടയുണ്ട്. ദാമ്പത്യത്തിൽ സ്വൈര്യം കുറയാം. പ്രണയത്തിൽ പൊരുത്തക്കേടുകൾ പ്രത്യക്ഷമാകും. വേണ്ടാത്ത കാര്യങ്ങൾക്ക് വേണ്ടി വളരെയധികം സമയം ചെലവഴിക്കുവാനും അലച്ചിലും ഉണ്ടാകുന്ന മാസമാണ്. ആരോഗ്യപരമായും വളരെയധികം ശ്രദ്ധിക്കേണ്ട മാസമാണ് മകം നക്ഷത്രക്കാർക്ക് വന്നെത്തിയിരിക്കുന്നത്. അടുത്തത് പൂരം നക്ഷത്രക്കാരാണ്. പൂരം നക്ഷത്ര ജാതകരുടെ നക്ഷത്രനാഥനായ ശുക്രൻ ഉച്ചരാശിയിൽ സ്ഥിതി ചെയ്യുകയാൽ സുഖ അനുഭവങ്ങൾ വളരെയധികം വന്നുചേരും. ഭൗതിക നേട്ടങ്ങൾ വന്നു ചേരുന്ന കാലമാണ്. പുതിയ കാലത്തിൻ്റെ തുടിപ്പുകൾ തിരിച്ചറിഞ്ഞ് കാലാനുസൃതരാകും. ഉദ്യോഗസ്ഥരായ ആളുകൾക്ക് നിങ്ങളുടെ സഹപ്രവർത്തകരുടെ ഇടയിൽ വളരെയധികം സ്വാധീനം വർദ്ധിക്കുന്നതാണ്. മുന്തിയ ആഭരണങ്ങൾ, നവീന ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾ എന്നിവ വാങ്ങുവാനുള്ള സാമ്പത്തികം ഒരു രീതിയിലും തടസ്സമാവില്ല. ഗവേഷണ പ്രബന്ധം എഴുതി തീർക്കുവാൻ സാധിക്കും. വിനോദസഞ്ചാരത്തിനുള്ള അവസരം വന്നു ചേരുന്നതാണ്. മനസ്സ് പ്രേമസുലഭരമാകും. ഫെബ്രുവരിയിലെ ആദ്യ 2 ആഴ്ചകൾ കഴിഞ്ഞാൽ സ്ഥിതിഗതികൾ സമ്മിശ്രമാകുന്നതാണ്. അധ്വാന ഭാരം അല്പം വർദ്ധിക്കും. കുടുംബജീവിതത്തിൽ ചില അസ്വാരസ്യങ്ങൾ ഉയരുന്നതാണ്. നിങ്ങളുടെ പതിവ് ആരോഗ്യ പരിശോധനകൾ ഒരു രീതിയിലും മുടങ്ങരുത്. അടുത്തത് ഉത്രം നക്ഷത്രക്കാരാണ്. യോഗ്യതയുടെ മാനദണ്ഡങ്ങളിൽ പുതിയ ജോലി കിട്ടുന്നതാണ്. കരാർ പണികളിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകൾക്ക് അതിലെ തുടർച്ചയുണ്ടാകും. നിലവിലെ തൊഴിൽ എല്ലാ രീതിയിലും നിങ്ങൾക്ക് അഭ്യുദയം പ്രതീക്ഷിക്കാം. എല്ലാ രംഗത്തും ആത്മവിശ്വാസത്തോടെ പ്രവർത്തിക്കുവാനുള്ള സാഹചര്യം വന്നു ചേരുന്നതാണ്. സാങ്കേതിക വിദ്യാഭ്യാസത്തിൽ മികവ് തെളിയിക്കുവാൻ സാധിക്കുന്നതാണ്. നിങ്ങളുടെ സഹോദരങ്ങളുമായി ചേർന്ന് നടത്തുന്ന സംരംഭങ്ങളിൽ വിജയം ഉറപ്പാണ്.
നിങ്ങളുടെ സുഹൃത്തുക്കളിൽ നിന്നും കടം വാങ്ങിയ തുക മടക്കി കൊടുക്കുവാൻ കഴിയും. സന്താന ജന്മം കൊണ്ട് ദാമ്പത്യ ജീവിതം ധന്യമാകുന്നതാണ്. ആത്മീയ സാധനങ്ങൾ പൂർത്തിയാക്കുവാനുള്ള അവസരം സിദ്ധിക്കും. സമൂഹ മാധ്യമങ്ങളിലെ പ്രസ്താവനകൾ ശത്രുക്കളെ സൃഷ്ടിക്കുന്നതാണ്. അടുത്തത് അത്തം നക്ഷത്ര ജാതകരാണ്. മകരമാസം തുടരുകയാൽ ഫെബ്രുവരിയിലെ ആദ്യ രണ്ടാഴ്ചയിൽ പലതരം സമ്മർദ്ദങ്ങൾ വന്നുചേരും. ജോലി സ്ഥലത്ത് സ്വസ്ഥത കുറയുവാൻ ഇടയുണ്ട്. അധ്വാന ഭാരം അല്പം വർദ്ധിക്കുന്ന മാസമാണ്. ബിസിനസ്സിൽ അല്പം സാമ്പത്തിക നഷ്ടത്തിനും ഇടയുണ്ട്. പണയ വസ്തു തിരിച്ചെടുക്കുവാൻ വളരെയധികം ക്ലേശിക്കേണ്ടി വരും. മകന്റെ നിലപാടുകൾ നിങ്ങളെ വളരെയധികം വിഷമിപ്പിക്കുന്നതാണ്. കുംഭമാസം തുടങ്ങുന്ന ഫെബ്രുവരി 13 മുതൽ സ്വന്തമായി പ്രവർത്തിക്കുവാൻ സാധിക്കും. നിലപാടുകൾ മറ്റുള്ളവരെ കൊണ്ട് സമ്മതിപ്പിക്കുവാൻ കഴിയുന്നതാണ്. ചെറുപ്പക്കാരായ ആളുകളുടെ വിവാഹാലോചനയിൽ ശുഭകരമായ തീരുമാനം ഭവിക്കുന്നതാണ്. നിങ്ങളുടെ പ്രൊജക്റ്റുകൾക്ക് അംഗീകാരം ലഭിക്കും. സ്വന്തം സംരംഭങ്ങൾ സാക്ഷാത്കരിക്കുവാനുള്ള സാഹചര്യം അനുകൂലമാകുന്നതാണ്. ജീവിത നിലവാരം വർദ്ധിക്കും. കുടുംബാംഗങ്ങളിൽ എല്ലാ രീതിയിലുമുള്ള സംതൃപ്തി സമ്മാനിക്കുന്നതാണ്. അടുത്തത് ചിത്തിര നക്ഷത്രക്കാരാണ്. ചെറുപ്പക്കാർ സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടുവാൻ തയ്യാറാകും. കഠിനാധ്വാനത്തിന്റെ പാത സ്വീകാര്യമായേക്കും. മാതാപിതാക്കളുടെ മനസ്സിൽ സന്താനങ്ങളുടെ ശ്രേയസ് ധന്യത നിറയ്ക്കുന്നതാണ്. നിങ്ങൾക്കിതുവരെ ഉണ്ടായിരുന്ന എല്ലാവിധ കടബാധ്യതകളും ഭാഗികമായി കൊടുത്തു തീർക്കുവാനുള്ള വഴി തെളിഞ്ഞു വരും. തുലാം രാശിക്കാർക്ക് അഷ്ടമ വ്യാഴം മൂലം മനക്ലേശം ഭവിക്കുന്നതാണ്. അപവാദങ്ങളെ കരുതിയിരിക്കണം. എല്ലാവിധ ദൗത്യങ്ങളും വിജയിക്കുകയാൽ മേലധികാരിയുടെ പ്രീതി നിങ്ങൾക്കുണ്ടാകും. ആസന്ന ഭാവിയിൽ തന്നെ സ്ഥാനക്കയറ്റത്തിന് നിങ്ങൾ പരിഗണിക്കപ്പെടുന്നതാണ്. കന്നി രാശിക്കാർക്ക് ഗാർഹികമായ സ്വസ്ഥത ലഭിക്കുന്ന കാലമാണ്. ജീവിത പങ്കാളിയുടെ സാമ്പത്തിക പിന്തുണ പ്രതീക്ഷിത ചെലവുകൾ നിറവേറ്റാൻ സഹായകമാകും. ആത്മീക കാര്യങ്ങൾക്കും നേരം കണ്ടെത്തുവാൻ സാധിക്കുന്നതാണ്. അടുത്തത് ചോതി നക്ഷത്രക്കാരാണ്. സർവ്വ കാര്യങ്ങളിലും പുനരാലോചിച്ചും എല്ലാ വശങ്ങളും ചിന്തിച്ചു വേണം നിങ്ങൾ നിർവഹിക്കുവാൻ. സ്വാഭാവികമായ കഴിവുകൾ പുറത്തെടുക്കുവാൻ വളരെയധികം ബുദ്ധിമുട്ടുകൾ വന്നുചേരും. സ്വയം മാറണമെന്നും പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരണമെന്നും നിങ്ങൾ ആഗ്രഹിക്കുമെങ്കിലും പല തടസ്സങ്ങൾ വന്നുചേരുന്നതാണ്. നിങ്ങളുടെ നക്ഷത്രനാഥനായ രാഹുവിന് ശുക്രയോഗം ഉണ്ടാകുകയാൽ പ്രണയാനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ്. നിങ്ങൾ സുഹൃത്തുക്കളുമായി ചേർന്ന് നടത്തുന്ന സംരംഭങ്ങൾ വളരെയധികം ധനനേട്ടത്തിലേക്കും പുരോഗതിയിലേക്കും കുതിക്കുന്നതാണ്. സ്വാശ്രയ സംരംഭങ്ങൾ വിപുലീകരിക്കുന്നതിന് അല്പം കൂടി കാത്തിരിക്കുന്നതാണ് ഉത്തമം. ഉദ്യോഗസ്ഥരായ ആളുകൾക്ക് നിങ്ങളുടെ സഹപ്രവർത്തകരുടെ പിന്തുണയോടെ വലിയ ഉത്തരവാദിത്തങ്ങൾ പൂർത്തീകരിക്കുവാൻ സാധിക്കുന്നതാണ്. നിങ്ങളുടെ ഗൃഹനിർമ്മാണത്തിന് സാമ്പത്തികം സ്വരൂപിക്കുവാൻ കഴിയും. മകളുടെ ജോലി കാര്യത്തിനായി അന്യ സംസ്ഥാന യാത്രകൾ വേണ്ടിവരുന്ന മാസമാണ്. അടുത്തത് വിശാഖം നക്ഷത്രക്കാരാണ്. തടസ്സങ്ങളെ മറികടന്ന് ലക്ഷ്യത്തിലേക്ക് എത്തുവാനുള്ള ആത്മവിശ്വാസം നിങ്ങൾക്കുണ്ടാകും. ആദർശത്തിൽ വിശ്വസിച്ചാലുമില്ലെങ്കിലും പ്രായോഗികതയിൽ മുഴുകുന്നതാണ്. സാമ്പത്തിക കബളിപ്പിക്കലുകളെ എല്ലാവിധ ശ്രമങ്ങളെയും പ്രത്യുൽപ്പന്ന ബുദ്ധിയാൽ ചെറുക്കുവാൻ സാധിക്കുന്നതാണ്. വ്യാപാര തന്ത്രങ്ങൾ ഭാഗികമായി തന്നെ ഫലവത്തായി തുടങ്ങും. രോഗാവസ്ഥയിലുള്ള ആളുകൾക്ക് ചികിത്സാ മാറ്റം വഴി വളരെയധികം ആശ്വാസം ഭവിക്കുന്നതാണ്. പൊതുപ്രവർത്തകർ രാഷ്ട്രീയ അടവുകൾ പയറ്റുവാൻ നിർബന്ധിതരാകും. നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ അനൈക്യം നിങ്ങളെ വളരെയധികം വിഷമിപ്പിക്കുന്നതാണ്. കരാറുകളിലും ഏജൻസികളിലും വളരെയധികം ശോഭിക്കുവാനുള്ള അവസരം വന്നുചേരും. കലാപ്രവർത്തകർക്ക് വളരെയധികം അവസരങ്ങളും ആദായവും ഉണ്ടാകും. വീട് വാങ്ങുവാനുള്ള സാമ്പത്തിക സ്ഥിതിക്കുള്ള വഴി തെളിയുന്നതാണ്. ഉപരിപഠനത്തിനായി അന്യനാട്ടിൽ പോകുവാനുള്ള സാഹചര്യവും വന്നുചേരും. അടുത്തത് അനിഴം നക്ഷത്രക്കാരാണ്. വ്യാഴവും ആദിത്യനും ശുക്രനും മറ്റു സഹായക സ്ഥാനത്താകിയാൽ വ്യക്തിപരമായും തൊഴിൽപരമായും മുന്നേറുവാൻ സാധിക്കുന്നതാണ്. സർക്കാരിൽ നിന്നും രജിസ്ട്രേഷൻ അതുമല്ലെങ്കിൽ അനുമതി ലഭിക്കുന്നത് മൂലം നവസംരംഭങ്ങൾ തുടങ്ങുവാൻ സാധിക്കും. നിലവിലെ ബിസിനസ്സിൽ ഉപഭോക്താക്കളെ ആകർഷിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തുന്നത് ഫലം കാണിക്കും. സ്വകാര്യ സ്ഥാപനത്തിൽ അർഹതമായിട്ടുള്ള നിയമനം ലഭിക്കുന്നതാണ്. ക്രിയാത്മകത പുഷ്ടിപ്പെടുന്നതിനാൽ കലാകാരന്മാർക്ക് ശോഭിക്കുവാൻ സാധിക്കുന്നതാണ്. കുടുംബ ബന്ധങ്ങളുടെ ദൃഢത നിലനിർത്തുക എന്ന കാര്യം വളരെയധികം എളുപ്പമാകും.
ചൊവ്വ അനിഷ്ടഭാവത്തിൽ തുടരുകയാൽ വസ്തു സംബന്ധിച്ച തർക്കങ്ങൾക്ക് ഇടയുണ്ട്. വാഹനം, വൈദ്യുതി, യന്ത്രം ഇവ കൈകാര്യം ചെയ്യുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ വളരെയധികം ജാഗ്രത പുലർത്തേണ്ട മാസമാണ് അനിഴം നക്ഷത്രക്കാർക്ക് വന്നെത്തിയിരിക്കുന്നത്. അടുത്തത് തൃക്കേട്ട നക്ഷത്രക്കാരാണ്. തൃക്കേട്ട നക്ഷത്ര ജാതകരുടെ നക്ഷത്രനാഥനായ ബുധൻ 3 രാശികളിലൂടെ സഞ്ചരിക്കുന്നു. അതിനാൽ പതിവിലും കൂടുതൽ യാത്രകൾ വന്നു ചേരും. വിദ്യാർത്ഥികൾ പഠനത്തിൽ അല്പം ഉദാസീനരാകുവാൻ ഇടയുള്ള മാസമാണ്. ബന്ധുക്കളുമായി ഇണക്കവും പിണക്കവും തുടരുന്നതാണ്. സൂര്യന്റെ ആനുകൂല്യം നിങ്ങളുടെ തൊഴിൽ രംഗത്ത് വളരെയധികം വളർച്ച സമ്മാനിക്കും. മേലധികാരികൾ നിങ്ങളുടെ എല്ലാവിധ കഴിവുകളും മനസ്സിലാക്കുകയും പരിഗണിക്കുകയും ചെയ്യുന്നതാണ്. പാരമ്പര്യ വസ്തുക്കൾ സംരക്ഷിക്കുവാൻ സാധിക്കും. നിങ്ങളുടെ പഴയ വീടിന്റെ ജീർണോദ്ധാരണത്തിനുള്ള ശ്രമം തുടങ്ങുന്നതാണ്. പ്രണയിക്കുന്ന ആളുകൾക്ക് വിവാഹ സാഫല്യത്തിനുള്ള സാഹചര്യം വന്നുചേരും. കലാപ്രവർത്തനങ്ങളെല്ലാം വിജയം കാണുന്നതാണ്. മക്കളില്ലാത്ത ആളുകൾക്ക് നവീന ചികിത്സാ മാറ്റത്താൽ ഫലം കാണുന്നതാണ്. 11 കേതു ഗൂഢമാർഗങ്ങളിൽ നിന്നുള്ള ആദായത്തെ സൂചിപ്പിക്കുന്നു. ചൊവ്വയുടെ അനിഷ്ടസ്ഥിതി ആരോഗ്യത്തിൽ അല്പം ജാഗ്രത കാണിക്കേണ്ട മാസം കൂടിയാണ് തൃക്കേട്ട നക്ഷത്രക്കാർക്ക് വന്നെത്തിയിരിക്കുന്നത്. അടുത്തത് മൂലം നക്ഷത്രക്കാരാണ്. സാധാരണമായ എല്ലാ കാര്യങ്ങളും മുടങ്ങാതെ തന്നെ നടന്നു കിട്ടും. അഭ്യുദയം ഉണ്ടാക്കുന്ന മാസമാണ്. മാസത്തിന്റെ 1-ാം പകുതിയിൽ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നതിൽ തടസ്സങ്ങൾ അനുഭവപ്പെടും. നിങ്ങളുടെ വേണ്ടപ്പെട്ടവരുടെ സഹകരണം കുറയുന്നതാണ്. ഫെബ്രുവരി 13 മുതൽ തൊഴിലിടത്തിൽ വളരെയധികം സംതൃപ്തി ഉണ്ടാകും. നിങ്ങൾക്ക് മുന്നേറുവാനുള്ള വഴികൾ 4 രീതിയിൽ വന്നു ചേരും. പഠനോന്മുഖത വന്നു ചേരും. മത്സര ബുദ്ധി ഉണ്ടാകുന്നതാണ്. എല്ലാ കാര്യത്തിലും കുടുംബത്തിന്റെ അഭിപ്രായ ഐക്യം പ്രതീക്ഷിക്കാം. പദവിയിലെ ചാഞ്ചല്യം മാറി സ്ഥിരത വന്നു ചേരുന്നതാണ്. ആത്മീയ ഉന്നമനത്തിനും അവസരങ്ങൾ ലഭിക്കുന്ന കാലമാണ്. ഭക്തി പ്രഭാഷണങ്ങൾ, യജ്ഞങ്ങൾ ഇവയിൽ പങ്കുകൊള്ളുവാനുമുള്ള ഭാഗ്യം സിദ്ധിക്കുന്നതാണ്. അടുത്തത് പൂരാടം നക്ഷത്രക്കാരാണ്. 2 മനസ്സും 2 ചിന്തയും പുലർത്തുന്നത് വിജയത്തെ വളരെയധികം താമസിപ്പിക്കാം. അധ്വാനിച്ചിട്ടും കാര്യമായ സാമ്പത്തിക ലാഭം ഉണ്ടാകില്ലെന്നതിനാൽ നിങ്ങൾക്ക് വളരെയധികം സങ്കടം വന്നു ചേരും. തൊഴിൽ തേടുന്ന ആളുകൾക്ക് പ്രതീക്ഷിച്ച അവസരങ്ങൾ നീങ്ങിപ്പോകുന്നതാണ്. എന്നാൽ മാസത്തിന്റെ 2-ാം പകുതി വളരെയധികം ഊർജദായകമാകും. ആദ്യത്തിന്റെ അനുകൂല സ്ഥിതി നിങ്ങൾക്ക് വളർച്ചയ്ക്ക് ഇടവരുത്തുന്നതാണ്. ഏകാഗ്രതയും പ്രായോഗികതയും സമന്വയിപ്പിക്കുന്നതാണ്. സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ലഭിച്ചേക്കാം. മത്സരാധിഷ്ഠമായ കരാറുകൾ നേടുവാൻ സാധിക്കും. വ്യാപാരികൾക്ക് വിപണിയുടെ സ്പന്ദനം തിരിച്ചറിയുവാൻ സാധിക്കുന്ന കാലമാണ്. നിങ്ങളുടെ നക്ഷത്രനാഥനായ ശുക്രൻ ഉച്ചസ്ഥിതിയിലാകയാൽ ഭൗതികമായ സുഖങ്ങൾ നിങ്ങളെ തേടി വരും. ദേഹസുഖത്തിനൊപ്പം മനസ്സുഖവും ഉണ്ടാകുന്നതാണ്. ജീവിത നിലവാരം വളരെയധികം വർദ്ധിക്കുന്ന കാലമാണ്. നവീന ഉപകരണങ്ങൾ സ്വന്തമാക്കുവാനും നിങ്ങൾക്ക് ഈ കാലയളവിൽ സാധിക്കുന്നതാണ്. അടുത്തത് ഉത്രാടം നക്ഷത്രക്കാരാണ്. ഉത്രാടം നക്ഷത്ര ജാതകർ നിങ്ങൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ മുഴുവനായും പ്രാവർത്തികമാക്കുവാൻ ഭഗീരഥ പ്രയത്നം വേണ്ടിവരുന്ന മാസമാണ്. എന്നാൽ നിങ്ങളുടെ നിത്യജീവിതത്തിന് പുഷ്ടിയും സമാധാനവും ഉണ്ടാകാതെ തന്നെ എല്ലാവിധ കാര്യങ്ങളും ക്ലേശിക്കാതെ തന്നെ നേടിയെടുക്കുവാൻ സാധിക്കും. ചെറു സംരംഭങ്ങൾ തുടങ്ങുവാനും നിലവിലെ വ്യാപാരത്തിൽ കൂടുതൽ മുതൽ മുടക്കുവാനും കഴിയുന്നതാണ്. നിങ്ങളുടെ മകൻ്റെ നിരന്തരമായിട്ടുള്ള ആവശ്യം മൂലം വാഹനം വാങ്ങിക്കൊടുക്കുവാൻ തയ്യാറാകും. മാസത്തിൻ്റെ ആദ്യ 2 ആഴ്ചയുമായി തുലനം ചെയ്യുമ്പോൾ പിന്നീടത്തെ 2 ആഴ്ച കുറച്ചുകൂടി ഗുണദായകമായി അനുഭവപ്പെടുന്നതാണ്. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കും. കലാപരമായ സിദ്ധികൾ വികസിപ്പിക്കുവാൻ സാധിക്കുന്നതാണ്. ധനുരാശിക്കാരായ ആളുകൾക്ക് 7-ലെ ചൊവ്വയാൽ ദാമ്പത്യ സൗഖ്യം തെല്ല് കുറയുന്നതാണ്. മകരരാശിക്കാർക്ക് ചൊവ്വ ശത്രുവിജയം സമ്മാനിക്കുന്നതാണ്. അടുത്തത് തിരുവോണം നക്ഷത്രക്കാരാണ്. ജന്മത്തിൽ ആദിത്യൻ സഞ്ചരിക്കുന്നതിനാൽ വളരെയധികം അലച്ചിലുണ്ടാകും. കാര്യപ്രാപ്തിക്ക് അധികമായി പരിശ്രമം ആവശ്യമായി വരുന്ന മാസമാണ്. മേലധികാരിയുടെ തീരുമാനം ഉൾക്കൊള്ളുവാൻ കഴിയില്ലെന്ന് വന്നാലും പ്രവർത്തിക്കേണ്ട സ്ഥിതി ഉണ്ടാകും. മാസത്തിന്റെ 2-ാം പകുതിയിൽ കാര്യങ്ങൾ ഒട്ടാകെ വരുതിയിലാകുന്നതാണ്.
എങ്കിലും തർക്കങ്ങളിൽ കക്ഷി ചേരാതിരിക്കുന്നതാണ് അഭികാമ്യം. വരവിനനുസരിച്ച് മാത്രം ചെലവുണ്ടാകും. അനുബന്ധ തൊഴിലുകൾ പുഷ്ടിപ്പെടുന്നതാണ്. മകളുടെ ശ്രേയസ്സിൽ അഭിമാനം തോന്നുന്ന മാസമാണ്. പുതിയ സാങ്കേതിക കാര്യങ്ങൾ മനസ്സിലാക്കുവാനുള്ള ഔത്സുക്യം പുലർത്തും. ഭൂമിയിൽ നിന്നും നിങ്ങൾക്ക് വളരെയധികം ധനനേട്ടം പ്രതീക്ഷിക്കാം. മൂന്നാം ഭാവത്തിലെ ശുക്ര സഞ്ചാരത്താൽ സ്ത്രീകളുടെ സഹായവും സഹകരണവും വന്നുചേരും. അവ നേട്ടങ്ങൾക്കുള്ള വഴി തുറക്കുന്നതാണ്. അടുത്തത് അവിട്ടം നക്ഷത്രക്കാരാണ്. മുൻപ് പല സന്ദർഭങ്ങളിലും തള്ളിപ്പറഞ്ഞ ആളുകൾ ഇപ്പോൾ നിങ്ങളുടെ കാൽ ചുവട്ടിൽ വരും. തൊഴിലിടത്തിലെ പ്രതിഷേധങ്ങൾക്ക് ഫലം കാണുന്നതാണ്. ആത്മവിശ്വാസം വളരെയധികം ഉയരുന്നതാണ്. എന്നാൽ ഒരു കാര്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുവാനുള്ള മനസ്സുണ്ടാകില്ല. വിദ്യാർത്ഥികളായ ആളുകൾക്ക് ഈ മനോഭാവം വളരെയധികം ദോഷകരമായി ബാധിച്ചേക്കാം. രോഗാവസ്ഥയിലുള്ള ആളുകൾക്ക് ചികിത്സാ മാറ്റം കൊണ്ട് വളരെയധികം ഗുണമുണ്ടാകുന്ന മാസമാണ്. മകരരാശിക്കാരായ ആളുകൾക്ക് വസ്തുവ്യാപാരത്തിൽ വളരെയധികം ധനനേട്ടം പ്രതീക്ഷിക്കാം. കുംഭരാശിക്കാരായ ആളുകൾക്ക് നിങ്ങളുടെ മകൻ്റെ ശാഠ്യബുദ്ധി മൂലം വളരെയധികം വിഷമം തോന്നുന്ന മാസമാണ്. വിദേശത്തേക്ക് പോകുവാൻ ഒരുങ്ങുന്ന ആളുകൾക്ക് അവസരം സംജാതമാകും. പാരമ്പര്യ തൊഴിലിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകൾക്ക് അംഗീകാരം വന്നു ചേരും. പ്രണയിക്കുന്ന ആളുകൾക്ക് ജീവിതം ഒരു വസന്തോദ്യാനമായി അനുഭവപ്പെടുന്നതാണ്. അടുത്തത് ചതയം നക്ഷത്രക്കാരാണ്. 12ലും ജന്മരാശിയിലും ആദിത്യൻ സഞ്ചരിക്കുന്നത് ഔദ്യോഗികമായി സ്വസ്ഥത കുറവുണ്ടാകും. വ്യർത്ഥ യാത്രകൾ മറ്റൊരു സാധ്യതയാണ്. ബിസിനസ്സിൽ വലിയ മാറ്റങ്ങളൊന്നും വന്നു ചേരില്ല. ശുക്രൻ 2ാം ഭാവത്തിൽ ഉച്ചനാകുകയാൽ മുൻപില്ലാത്ത വിധം മധുരമായി സംസാരിക്കുവാൻ കഴിയുന്നതാണ്. ധനവരവ് ഒരു രീതിയിലും മോശമാവില്ല. പാരിതോഷികങ്ങൾ കിട്ടുവാൻ ഇടയുള്ള മാസമാണ്. വിദ്യാർത്ഥികളുടെ പഠന കാര്യത്തിൽ മാതാപിതാക്കൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാലമാണ്. ചിലപ്പോൾ ശാഠ്യശീലം സുഹൃത്തുക്കളുമായി പിണങ്ങുവാൻ ഇടവരുത്തും. പൈതൃക സ്വത്തിൽ കൈവച്ച അവകാശം സിദ്ധിക്കുന്നതാണ്. ഗാർഹിക ജീവിതത്തിൽ ഒട്ടാകെ സ്വസ്ഥത നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. വാഹനത്തിൻ്റെ അറ്റകുറ്റപ്പണി കഴിഞ്ഞ് വീണ്ടും സഞ്ചാരയോഗ്യമാകുന്നതാണ്. അടുത്തത് പൂരുരുട്ടാതി നക്ഷത്രക്കാരാണ്. നിങ്ങളുടെ ജന്മരാശിയിൽ ജന്മനക്ഷത്രത്തിൽ ശനി സഞ്ചരിക്കുകയാണ്. കൂടാതെ ആദ്യത്തിൻ്റെ പ്രതികൂല ഗതിയും പരിഗണിക്കണം. അതിനാൽ സമ്മർദ്ദങ്ങൾ ഉണ്ടാകുന്ന കാലഘട്ടമാണ്. കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുക എന്ന കാര്യം ഒരു രീതിയിലും എളുപ്പമാകില്ല. തൊഴിലിലെ വളർച്ച മന്ദഗതിയിലാകും. കടം വാങ്ങിയ തുക വീട്ടുവാൻ വേറെ കടം വാങ്ങേണ്ട ദുസ്ഥിതിയുണ്ടാകും. പരീക്ഷകളിലും മത്സരങ്ങളിലും വിജയിക്കുവാൻ നിരന്തരമായ പഠനം ആവശ്യമാണ്. പുതിയ ജോലി തേടുന്നത് വളരെയധികം നല്ലതാണ്. നിങ്ങളുടെ നിലവിലെ ജോലി ഉപേക്ഷിക്കുന്നത് ഒരു രീതിയിലും നല്ലതല്ല. കമ്മീഷൻ, വ്യാപാരം, ഏജൻസികൾ, ദിവസവേതനം ഇവ തുണയാകും. ചുറ്റുവട്ടം കൂടുന്നതിലൂടെ ധനാഗമം പ്രതീക്ഷിക്കാം. ഇൻഷുറൻസ്, ഊഹക്കച്ചവടം എന്നിവയിലൂടെ ധനനേട്ടത്തിനും സാധ്യതയുള്ള മാസമാണ്. അടുത്തത് ഉത്രട്ടാതി നക്ഷത്രക്കാരാണ്. നേട്ടങ്ങളിൽ പ്രധാനം തൊഴിൽ വളർച്ച തന്നെയാകും. സംരംഭങ്ങൾക്ക് സർക്കാർ നിന്നുള്ള അനുമതി വന്നു ചേരും. നിങ്ങളുടെ പിതാവിനും നേട്ടങ്ങൾ വന്നു ചേരുന്ന കാലമാണ്. ഇതുവരെ ഉണ്ടായിരുന്ന ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം കുറഞ്ഞു കിട്ടും. ജന്മരാശിയിൽ രാഹു സഞ്ചരിക്കുന്നത് മൂലമുള്ള ആലസ്യവും മറ്റ് ക്ലേശങ്ങളും അവിടെ ശുക്രനും കൂടി സഞ്ചരിക്കിയാൽ പരിഹൃതമാകുന്നതാണ്. ഭോഗസുഖം ഭവിക്കും. മുന്തിയ ആഭരണങ്ങൾ പാരിതോഷികമായി ലഭിക്കുവാൻ ഇടയുണ്ട്. അണിഞ്ഞൊരുങ്ങുവാനും കണ്ണാടി നോക്കി നിൽക്കുവാനും കൂടുതൽ സമയം ചെലവഴിക്കും. കലാപ്രവർത്തനത്തിൽ കീർത്തി ഉയരുന്നതാണ്. 4ാം ഭാവത്തിൽ ചൊവ്വ സഞ്ചരിക്കുന്നതിനാൽ വാഹനം ഉപയോഗിക്കുന്നതിൽ വളരെയധികം ജാഗ്രത വേണം. മാസത്തിൻ്റെ 2ാം പകുതിയിൽ ദൂരയാത്രകൾ ഉണ്ടാകുന്നതാണ്. വെട്ടി തുറന്നുള്ള അഭിപ്രായ പ്രകടനങ്ങൾ ശത്രുക്കളെ സമ്മാനിക്കുവാനും ഇടവരുത്തുന്നതാണ്. അടുത്തത് രേവതി നക്ഷത്രക്കാരാണ്. സാമൂഹികമായ സ്വീകാര്യതകൾ മുമ്പത്തേക്കാൾ കൂടുതൽ വർദ്ധിക്കും. സ്വന്തം സിദ്ധികൾ സ്വയം തിരിച്ചറിയുവാനും പൊതുപ്രവർത്തനം ജനകീയമാകുന്നതുമാണ്. ഔദ്യോഗിക ജീവിതത്തിൽ വളരെയധികം സമാധാനം വന്നുചേരും. നിങ്ങളുടെ സഹപ്രവർത്തകരുടെ സഹകരണം വളരെയധികം സംതൃപ്തി സമ്മാനിക്കുന്നതാണ്. തൊഴിൽ തേടുന്ന ആളുകൾക്ക് സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ലഭിക്കുവാൻ ഇടയുണ്ട്. വിദ്യാർത്ഥികൾക്ക് ഏകാഗ്രത പുലർത്തുവാൻ സാധിക്കുന്ന മാസമാണ്. കലാ സാഹിത്യ രംഗത്തുള്ള ആളുകൾക്ക് പുരസ്കാരങ്ങൾ ലഭിക്കുവാൻ ഇടവരും.
സാങ്കേതിക വിഷയങ്ങൾ ഉൾക്കൊള്ളുവാൻ മുന്നോട്ട് വരുന്നതാണ്. വ്യവഹാരങ്ങളിൽ തിരിച്ചടി വരുവാനുള്ള സാധ്യത വളരെയധികം ഉള്ള ഒരു മാസമാണ്. നിങ്ങളുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ പിണങ്ങിയാലും പരിഹരിക്കുവാനായി മുൻകൈ എടുക്കേണ്ടതാണ്. വീടിൻ്റെ നവീകരണത്തിന് നിങ്ങൾ കരുതിയതിലുമധികം പണം ചെലവഴിക്കേണ്ട ഒരു സ്ഥിതി ഉണ്ടാകും. ദൂരസ്ഥലത്തുള്ള ആളുകൾക്ക് നാട്ടിലേക്കുള്ള മടക്കം നീളുവാനും ഇടയുള്ള മാസമാണ്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും ഈശ്വര നാമത്താൽ വന്നു ചേരട്ടെ.